ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ജയം ജേണി. രണ്ട് അപ്ഡേറ്റുകളാണ്. ഒന്ന്, പുഷ്പ ദ റൂട്ട് സെക്കൻഡ് പാർട്ടിന്റെ ഫസ്റ്റ് സിംഗിൾ മെയിൽ വരും എന്ന് പറഞ്ഞു കേട്ടിരുന്നല്ലോ. എന്ന ഡേറ്റ് എന്നറിയില്ല, മെയിലാണെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ ഫസ്റ്റ് സിംഗിളിന്റെ പ്രൊമോ വന്നിട്ടുണ്ട്. 20 സെക്കൻഡ് മാത്രമുള്ള ചെറിയൊരു വീഡിയോ ആണ്, അതൊന്ന് കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ ബാറോസ്, നമ്മുടെ സ്വന്തം ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത് അഭിനയിക്കുന്ന സിനിമയായിട്ടുള്ള ബാറോസ്, അതൊരു ഫാന്റസി സിനിമയാണെന്നൊക്കെ അറിയാം. പലതരത്തിലുള്ള വിവാദങ്ങളുണ്ട്, ഒക്കെ അറിയാം, അതിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും ബിഹൈൻഡ് ദ സീൻസ് 3 മിനിറ്റിലധികമുള്ള വീഡിയോ ആണ്. അപ്പൊ അത് കാണുമ്പോൾ ഏകദേശം എന്താണ് ലാലേട്ടൻ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ളത് എന്നുള്ള പല സംഭവങ്ങളും നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് പുഷ്പരാജ് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ, റെഡി? Pushpa, 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 pushpa. Pushpa, 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 Raj. Pushpa, 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 Raj. വൻ കോമഡി ആയിട്ടോ. 20 സെക്കൻഡ് പുഷ്പ 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 പുഷ്പ, വീണ്ടും ഈ സെയിം സാധനം, പുഷ്പ 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 പുഷ്പരാജ്. ഇതിപ്പോ എന്താ, എല്ലാവർക്കും എന്ത് വേണം കാണിച്ചോടെ. പിന്നെ ആദ്യത്തെ തുടക്കത്തിലെ പുഷ്പ ഉണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒരു നമ്മുടെ യന്ത്രമനുഷ്യൻ, യന്ത്രൻ സംസാരിക്കുന്ന പോലത്തെ ഒരു സംഭവം, ഒരു റോബോട്ട് പാടുന്ന പോലെ പുഷ്പ പുഷ്പ. അപ്പൊ അത് തീരുമാനമായി. 20 സെക്കൻഡ് വേസ്റ്റ്. മെയ് 1 തീയതി 11:07 AM അല്ലേ, 11:07 ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ വരും. അത് വരുമ്പോ ബാക്കി അറിയാം. ഇത് മൊത്തത്തിൽ ഒരു 10-20 പ്രാവശ്യം പുഷ്പ 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 ഈ സംഭവമാണോ, അതോ ഇതിനേക്കാളും മികച്ചത് വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ അറിയാം. എന്തായാലും ഇത് വൻ കോമഡി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്, ഒരു രസമില്ല. അടുത്തത് നമുക്ക് മോഹൻലാലിന്റെ ബാറോസിന്റെ ബിഹൈൻഡ് ദ സീൻസ് കണ്ടിട്ട് വരാം. റെഡി? ആശീർവാദ് ശ്രീനിവാസ്. Giru 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 baro 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 Voodoo giru 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 baro 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 Voodoo giru 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 baro 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 ആന്റണി പെരുമ്പാവൂർ. അതെവിടെ സ്ഥലം? ഓടി വന്ന് കയറുമ്പോഴാണ് ഉറപ്പ് തന്നെ. I would try and get a little more staccato, a little Mark tighter. Lin. Background score.
ആഹാ ആഹാ. ഓ ബറോസ് 3D. ഒരു കാര്യമുണ്ട്, അത് മലയാള സിനിമയിൽ ആദ്യമായിട്ട്, അത് നമ്മളൊരു തിയേറ്ററിൽ നിന്ന് കാണുന്ന സമയത്ത് ഉണ്ടാവാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. ഒരു ഡയറക്ടറുടെ പേര് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഡയറക്ടറുടെ പേര് എഴുതി കാണിക്കുമ്പോൾ ഇത്രയധികം ആ, കയ്യടി വരാൻ പോകുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് മിക്കവാറും ഇതിലായിരിക്കും സംഭവിക്കാന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഡയറക്റ്റഡ് ബൈ മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്ന ഒരു കയ്യടി അത് ഭയങ്കരമായിരിക്കും, റെക്കോർഡായിരിക്കും, അമ്മാതിരി ആവേശമായിരിക്കും തിയേറ്ററിൽ നിന്ന് എനിക്ക് തോന്നുന്നു. രണ്ട്, ഇതിന്റെ മേക്കിങ്ങിൽ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ലാലേട്ടൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പുള്ളിയുടെ മുഖത്ത് ആ ഭാവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അഭിനയിക്കുന്ന ആളുകൾക്കൊക്കെ, നടന്മാർക്കോ അല്ലെങ്കിൽ നടിമാർക്കോ ആർക്കോ ആവട്ടെ, ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ പുള്ളിയുടെ മുഖത്ത് വരുന്ന അതിശയം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഒരു പരിധി വരെ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ കാണിക്കുമ്പോഴും അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ലാലേട്ടൻ ശരിക്കും ഡയറക്റ്റ് ചെയ്യാന്നുള്ളതല്ല, പുള്ളിക്ക് എന്താണ് ആ വിഷ്വൽ കറക്റ്റ് വേണ്ടത്, ആ വിഷ്വലാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ എക്സ്പ്ലെയിൻ ചെയ്ത വിഷ്വൽ കൊണ്ടുവരാൻ എന്താണോ ചെയ്യേണ്ടത് അത് ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അതിനേക്കാൾ ഉപരി ഏറ്റവും എൻഡിലേക്ക് വന്നപ്പോൾ നമ്മുടെ മാർക്ക് കിലിയൻ തന്നെയല്ലേ എന്തായിരുന്നു, ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിട്ടുള്ള പുള്ളിക്കാരൻ, പുള്ളിയുടെ ആ സ്കോറിന്റെ കൂടെ കാണിച്ചിട്ടുള്ള കുറെ വിഷ്വൽസ് ഉണ്ടല്ലോ, ആ ഒരു പിക്ചേഴ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ള സംഭവം, ഒരു കറക്റ്റ്, ഒരു പക്ക ഹോളിവുഡ് ഒരു ഫാന്റസി സിനിമ കാണുമ്പോൾ അതിലുള്ള വിഷ്വൽസ് ഉണ്ട്, അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ. അവരുടെ വേഷവിധാനങ്ങളാണെങ്കിലും ആ സ്ഥലങ്ങളാണെങ്കിലും. ഇപ്പൊ ലാലേട്ടൻ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ഇങ്ങനെ എന്തോ വെള്ളം എന്തോ ഇങ്ങനെ കലക്കുന്ന വെച്ചാൽ കൂടെ ഒരു കുട്ടി ഇരിക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ, കുറെ താറാവൊക്കെ ഇരുന്നിട്ട് വരച്ചു വെച്ച പോലെ. അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര മുതുക്കന്മാരായിട്ടുള്ള ആളുകൾ പോയിരുന്നിട്ട് ഇത് കുട്ടികൾക്കുള്ള പടം എന്ന് പറഞ്ഞ് കളിയാക്കി പോരാതെ ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പടമാണ് എന്നുള്ളത് ആ രീതിയിൽ മനസ്സിലാക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വലിയ ആളുകൾ ഇപ്പോൾ ഹോളിവുഡിലൊക്കെ ഒരുപാട് വലിയ വലിയ സിനിമകൾ കണ്ടിട്ട് മലയാളത്തിൽ നിന്നൊരു സിനിമ അതുപോലെ ഫാന്റസി ഒക്കെ, അതും എപ്പിക് ഫാന്റസി സാധനമൊക്കെ കൊണ്ടുവരാന്ന് പറയുന്നതിന്റെ റിസ്ക് ഫാക്ടർ എത്രമാത്രം ഉണ്ട്, നമുക്ക് കൊടുക്കാവുന്ന ടെക്നിക്കലി നമുക്ക് കൊടുക്കാവുന്ന ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, അല്ലേ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന്റെ ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. സോ അതൊക്കെ ലിമിറ്റഡ് ആണ് എന്നുള്ളത് മനസ്സിലാക്കാതെ നമ്മൾ പോയിട്ട് മറ്റുള്ള ഹോളിവുഡ് സിനിമകളായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും എനിക്ക് തോന്നുന്നു. പക്ഷെ വിഷ്വലി കാണുന്ന സമയത്ത്, ഐ മീൻ ഈ ലാസ്റ്റ് കാണിച്ചിട്ടുള്ള ഈ ഒരു കുറെ പിക്ചേഴ്സ് ആയിട്ട് കാണിക്കുന്ന സമയത്ത് അത് എക്സാക്ട്ലി നമ്മൾ പല സിനിമകളും കണ്ടിട്ടുള്ള, അത് ഫാന്റസി സിനിമകൾ കണ്ടിട്ടുള്ള ആ വിഷ്വൽ പോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ആ വേഷങ്ങളൊക്കെ അതുപോലെ തന്നെ തോന്നുന്നുണ്ട്. സ്ഥലങ്ങൾ, ഉണ്ടാക്കിയിരിക്കുന്ന അറ്റ്മോസ്ഫിയർ ഒക്കെ ഭയങ്കരമായിട്ട് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളത് ഒരു പരിധിവരെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ലാലേട്ടൻ സിനിമകൾക്ക് പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, ആദ്യത്തെ ദിവസം ഫസ്റ്റ് ഷോ, അത് ഫാൻ ഷോയ്ക്ക് തന്നെ പോയി ഇരുന്നിട്ട് ഇത് പോരാന്ന് പറഞ്ഞ് ഇറങ്ങി വരുന്ന പരിപാടി, സത്യം പറഞ്ഞാൽ ഫാൻ ഷോ തന്നെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ആദ്യ ഷോ മുതൽ നോർമൽ ആയിട്ട് അങ്ങ് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല തോന്നുന്നു. ഫാൻ ഷോ ഒന്നും ഇപ്പോൾ വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം ഫാൻസ് തന്നെ ഒരു പരിധി വരെ ചവിട്ടി താത്തുന്ന പരിപാടി ഉണ്ട്. കാരണം അവരുടെ എക്സ്പെക്ടേഷൻ അത്രയും വലുതാണ്, അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് ആയിട്ട് സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഇവർ കൊടുക്കുന്ന ഇന്റർവ്യൂവിലും മറ്റു കാര്യങ്ങളിലും എന്താണ് ഇവർ ഉദ്ദേശം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഈ കാണുന്ന പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ അവർക്ക് പറ്റണം. അങ്ങനെയാണെങ്കിൽ സിനിമയെ അത് വല്ലാത്ത രീതിയിൽ ബാധിക്കില്ല. അതല്ലാതെ പൊതുവേ പുള്ളിക്കാരുടെ സിനിമ വരുമ്പോൾ ബാക്കിയുള്ളവർ തിയേറ്റർ കുലുങ്ങും, പൊട്ടി പുറക്കുന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ വായടച്ചു വിടുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ പഴയ പോലെ തന്നെ സംഭവിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ പ്രതീക്ഷയോടെ കാണുന്നു. അത് ആദ്യം മുതലേ ഞാൻ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ അത്രയും നല്ല ടെക്നീഷ്യൻസിനെയൊക്കെ അവർ ഉപയോഗിക്കുമ്പോൾ അത് നല്ല രീതിയിൽ തന്നെ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ മെയ് 1-ന് 11/7 നമ്മുടെ പുഷ്പരാജ് പുള്ളിക്കാരന്റെ ബാക്കി സിംഗിൾ എങ്ങനെയുണ്ടെന്ന് കൂടി കണ്ടിട്ട് വരാം. സോ ഈ സിംഗിളിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ